ഹലോ ഗൈസ്, നവീന്റെ വീട്ടിൽ നവീനും നവീന്റെ അമ്മയും തമ്മിൽ നല്ലൊരു മുട്ടം വഴക്ക് നടക്കുകയാണ് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് നവീൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യത്തോടെ അനിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നവീന്. അനിയെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അവൻ ഇന്നൊന്നും ചെയ്തു തരുമെന്ന് തോന്നുന്നില്ല. നന്ദുവിനോട് എന്റെ പ്രണയൊന്ന് തുറന്നു പറയാനല്ലേ അവനോട് പറഞ്ഞത്. അതിനെന്തിനാ അവൻ ഇത്രയും ദിവസം എടുക്കുന്നത്? ഓരോ ദിവസം അവനോട് ചോദിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇനി എന്തായാലും അതും പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യം നന്ദുവിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിന് ഞാൻ എന്റെ പ്രണയം എന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇന്നെങ്കിലും എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം നന്ദു തിരിച്ചറിയണം. ഇതും പറഞ്ഞ് രണ്ടും കൽപ്പിച്ചോണ്ട് നവീൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു പൂവൊക്കെ വാങ്ങിയിട്ട് നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണേ. അങ്ങനെ നന്ദുവിനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് നവീനെ. അവിടെ വെച്ച് നവീൻ നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ കേട്ടോ. പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നന്ദു എന്ത് മറുപടി ആയിരിക്കും നവീന് കൊടുത്തിരിക്കാന്ന് അറിയണ്ടേ? അതിനുവേണ്ടി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്തോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീൻ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു വരികയാണ്. അപ്പോഴാണ് വലത്തെ സൈഡിലായിട്ട് അനി കാർ നിർത്തി നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോ തന്നെ ഒരു സൈഡിലോട്ട് ബൈക്ക് ഒതുക്കുന്നുണ്ട് കേട്ടോ നവീന്. നവീൻ എന്തൊക്കെയോ സംശയം അനിയുടെ കാര്യങ്ങളിൽ തോന്നി തുടങ്ങാണ്. അങ്ങനെ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല കുറച്ചു നേരം മുമ്പ് വിളിച്ചപ്പോ ഇവൻ വലിയ തിരക്കിലാണെന്നാണല്ലോ പറഞ്ഞത്, അതും ഓഫീസിലാണെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ സമയത്ത് ഇവൻ ഇവിടെ എന്തെടുക്കുക? ഇനി അവൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കള്ളം പറഞ്ഞതായിരിക്കോ? അല്ല, അവൻ എന്നോട് കള്ളം പറയേണ്ട ആവശ്യം എന്തിനാ? എന്തായാലും അവനോട് തന്നെ ചോദിക്കാലോ. ഇതും പറഞ്ഞ് നവീന് ഒരു കാല് മുന്നോട്ട് എടുത്തു വെക്കുമ്പോ അത് പിന്നോട്ട് തന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം അവനൊന്ന് വിളിച്ചു നോക്കാം, അവനെന്താ പറയുന്നതെന്ന് അറിയാലോ. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അനിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനിയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ കാത്തു നിൽക്കാണ് അവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. നന്ദു ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദു ആണ് ഫോണിൽ വിളിക്കുന്നതെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്ത പാടെ തന്നെ നവീന്റെ കോള് കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ അനി പറയുന്നുണ്ട്, ഓ ഇവനായിരുന്നോ? ഞാൻ കരുതി നന്ദു ആണെന്ന്. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അല്ല, അവ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ നവീൻ ശ്രദ്ധിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് അനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ എന്റെ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കാൻ കണ്ടുള്ളൂ, വേറെ ആരെയും അവന് സ്നേഹിക്കാൻ കിട്ടിയില്ല. മറ്റാരെയെങ്കിലും സ്നേഹിച്ചാ ഞാനും നന്ദുവും എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി കൊടുക്കുമായിരുന്നു. ഇതിപ്പോ എന്റെ പെണ്ണിനെ തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചാ ഞാൻ എന്താ ചെയ്യാം? അപ്പൊ നവീൻ പറയുന്നുണ്ട് കേട്ടോ, അത് ശരി, അപ്പൊ എന്റെ ഫോൺ എടുക്കുന്നില്ല. ഫോൺ കണ്ടിട്ടും നീ എടുക്കാതിരിക്കുകയാണല്ലേ? എന്നാ പിന്നെ ഒന്നും കൂടി വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. ഷോ, ഇവനെ കൊണ്ട് വലിയ ശല്യാണല്ലോ. ഇനിയിപ്പോ ഫോൺ എടുത്ത ഞാൻ എന്താ പറയാ? ഫോൺ എടുത്തില്ലെങ്കിലും പ്രശ്നമാ. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അനി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ നവീൻ. എന്താ നീ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും തിരക്കിലാണോ? അത് പിന്നെ നവീനെ, ഞാനൊരു അർജന്റ് മീറ്റിംഗിലായിരുന്നു. അതിനിടയ്ക്ക് നീ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെ. ഓ അയ്യോ എടാ, ഞാൻ ഓർത്തില്ല നീ മീറ്റിംഗിലാണെന്നൊന്നും ഞാൻ കരുതിയില്ല. ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. നീ ഇപ്പൊ വെക്ക്, ഞാൻ നിന്നെ സമയം പോലെ വിളിച്ചോളാം. ഓ ശരിയടാ. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. അവന്റെ ഒരു മീറ്റിംഗ്, നിന്റെ മീറ്റിംഗ് ഞാൻ കാണിച്ചു തരാടാ. എന്നാൽ ഇവൻ എന്നോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. എന്തായാലും എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അനി നവീനെ കാണുന്നത്. അയ്യോ, ഇത് നവീനല്ലേ? അപ്പോ അവൻ എന്നെ കണ്ടോണ്ടായിരുന്നു വിളിച്ചതല്ലേ? ഷോ, ആ സമയത്ത് എന്റെ വായി വന്ന നോണ പറയുകയും ചെയ്തു. അല്ല, ഇനിയിപ്പോ നന്ദി ഇങ്ങോട്ട് വരില്ലേ? അനി, നിന്റെ മീറ്റിംഗ് ഇവിടെ ആയിരിക്കും അല്ലേ? അത് പിന്നെ നവീനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നീ വേറെ എവിടെന്നെങ്കിലും വിളിച്ചു ചോദിക്കാന്ന്. എന്നാലും ഇത് വേണ്ടായിരുന്നു. ഇവിടെ അടുത്തുണ്ടായിട്ടാണോ എന്നെ വിളിച്ചു ചോദിക്കുന്നത്? ഇത് ചീപ്പായി പോയിട്ടു നവീനെ. അത് ശരി, ഞാൻ വിളിച്ചു ചോദിച്ചതുകൊണ്ട് എനിക്കൊരു സത്യം അറിയാൻ പറ്റി. നീ കള്ളം പറയാണെന്നുള്ള സത്യം. അത് ഞാൻ കള്ളം പറഞ്ഞതല്ല. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടേക്ക് വന്നത്, മീറ്റിംഗിന്റെ ഭാഗമായിട്ട്. അതാ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. ഇനിയും എന്തിനാ നീ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? മീറ്റിംഗിന്റെ ഭാഗമായിട്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾ സാധാരണ വലിയ വലിയ ഹോട്ടലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റൂം ഹാൾ എടുത്തിട്ടൊക്കെ അല്ലേ മീറ്റിംഗ് നടത്താറ്. അല്ലാതെ ഇങ്ങനെ വഴിയോരത്ത് വെച്ച് നിങ്ങളെ ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. അത് പിന്നെ ഞാൻ അങ്ങോട്ട് പോവാൻ നിൽക്കുമായിരുന്നു നവീൻ. പോകുന്ന വഴിക്ക് എനിക്ക് നല്ല ദാഹം തോന്നി. അതുകൊണ്ട് ഇവിടുന്ന് ഒരു കരിക്ക് കുടിച്ചിട്ട് പോവാന്ന് കരുതി. അല്ല, നിനക്ക് കരിക്ക് വേണോ? ഏയ് എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പോകുന്ന വഴിക്കാ നിന്നിവിടെ കണ്ടത്, അതുകൊണ്ട് തൽക്കാലം നിർത്തിയതാ. പിന്നെ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചപ്പോ നീ വലിയ തിരക്കിലാണ് ഓഫീസിലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ട് ചോദിച്ചതാ. അല്ല, എനിക്ക് തിരക്കുണ്ടായിരിക്കും അല്ലേ? എനിക്കിത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. അല്പ തിരക്കുണ്ട്. ഇപ്പോ ആദർശേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ദുബായിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ആദർശേട്ടന്റെ എല്ലാ വർക്ക് പ്രഷറും എന്റെ തലയിലാ ഇരിക്കുന്നത്. കുറച്ചധികം വർക്ക് നോക്കേണ്ടതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ശരി. അല്ല, എന്റെ കാര്യം എന്തായി? ഇന്നോ നാളെയോ വല്ലതും നടക്കുവോ? നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല നവീൻ. നമുക്കെന്തായാലും ശരിയാക്കാം.
ഞാൻ പറഞ്ഞല്ലോ, നീ പരമാവധി മറ്റാരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും നീ അങ്ങനെ പറയല്ല അനി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം. നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ശരിയാക്കിത്താ, ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാനത് വേറെന്തെങ്കിലും വഴിയിലൂടെ നന്ദുവിനെ അറിയിക്കാൻ നോക്കാം. അയ്യോ, വേറെ ആരോട് പറയണ്ട, ഇത് ഞാൻ തന്നെ ശരിയാക്കി തരാം. എനിക്ക് ഇപ്പൊ അല്പം തിരക്കുണ്ട്. ആ സമയത്താണ് കേട്ടോ നന്ദു അങ്ങോട്ട് വരുന്നത്. നന്ദു വരുമ്പോ തന്നെ അനിയെ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് നവീനെയും കാണാന്. അയ്യോ, നവീനേട്ടൻ ഉണ്ടല്ലോ. നവീനേട്ടനുള്ള വിവരം അനി എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനിയൊരു പക്ഷേ അനി ഇവിടെ കണ്ടതായിരിക്കോ? എന്തായാലും പോകുന്ന വഴിക്ക് അവരെ കണ്ടതാണെന്ന് പറയാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് വരാൻ കേട്ടോ. നന്ദുവിനെ കണ്ട പാടെ തന്നെ നവീൻ പറയുന്നുണ്ട്, ആ നന്ദു, നീ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല, നിന്റെ ബെഡ് റെസ്റ്റ് ഒക്കെ മാറിയോ? ബെഡ് റെസ്റ്റോ? അതൊക്കെ ഡോക്ടർ പറയുന്നതല്ലേ. എനിക്ക് എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്ത് നിൽക്കാൻ പറ്റുക? അത് ശരിയാ, എന്നാലും നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ. അപ്പൊ അനി പറയുന്നുണ്ട്, അതെ അതെ, നവീൻ പറഞ്ഞത് ശരിയാ. നന്ദു ഇങ്ങനെ മൊത്തത്തിൽ മാറാതെ ഇങ്ങനെ പെട്ടെന്നൊന്നും ബൈക്ക് എടുത്ത് വരാനൊന്നും വേണ്ട. എനിക്കിപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അനി. ദൈവം വിചാരിച്ചിട്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും കരുക്ക് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞില്ലേ? അതിനെന്താ പറയാം. ഇതും പറഞ്ഞോണ്ട് നവീൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു കരിക്കൂടി എടുക്കണേ. ഒക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, എന്റെ പെണ്ണിനെ കരിക്ക് പറയാൻ ഇവൻ ആരാ? ഷോ, എന്തൊരു വിധി എനിക്ക്. എന്നെ സഹായിച്ചവനെ തന്നെ പിന്നീന്ന് കുത്തിയിടേണ്ട അവസ്ഥയാണല്ലോ. ഇത് കണ്ടിട്ട് നന്ദുവിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അല്ല, നവീനേട്ടൻ തിരക്കിലായിരിക്കുമല്ലേ? ഏയ്, എനിക്കെന്ത് തിരക്ക്? എനിക്കിന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. തിരക്കുള്ളതേ ദാ ഇവനാ. അനി, നിനക്ക് തിരക്കില്ലേ? തിരക്കുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടേ നീ പൊയ്ക്കോ, ഞാൻ നന്ദുവിന് കമ്പനി കൊടുത്തോളാം. ഇതൊക്കെ കേട്ടപ്പോ അനിക്ക് ദേഷ്യം വരാൻ കേട്ടോ. കാരണം അനിയാണല്ലോ നന്ദുവിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അത് പിന്നെ ഒന്നും പറയണ്ട, അനിയല്ലേ ഇപ്പൊ പറഞ്ഞത് അനിക്ക് തിരക്കുണ്ടെന്ന്. അനി പൊയ്ക്കോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ശരി അനി. ഇതൊക്കെ കണ്ടിട്ട് നന്ദുവിന് ഭയങ്കര വിഷമാവാൻ കേട്ടോ. കാരണം നന്ദു കുറെ ദിവസത്തിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ആണ് നവീനായിട്ട് നഷ്ടപ്പെടുത്തിയേക്കുന്നത്. നന്ദു, നന്ദു, എന്ത് നവീനേട്ടാ? അല്ല, നീ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. അത് പിന്നെ ഞാൻ വേറൊരു കാര്യം. ശരിയാ, നീ പോലീസ് സ്റ്റേഷനിലെ വല്ല ഗുണ്ടാസംഘങ്ങളുടെ കാര്യം ആലോചിച്ച് കാണും അല്ലേ? അങ്ങനെയും പറയാം. ദേ നന്ദു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങനെ കൂടുതലായിട്ടും ഗുണ്ടകളോട് ഏറ്റുമുട്ടുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെയൊക്കെ സ്വഭാവം അറിയാലോ. സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ കഴുത്തിറക്കാനും അവർ മടിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നന്ദു. ഇതുപോലെ പിന്നീന്നൊക്കെ ഓരോരുത്തവന്മാർ വന്ന് കുത്തും. മുന്നിന്ന് നേരിടാൻ കഴിയുന്ന നമ്മളൊക്കെ പിന്നീന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ തളർന്നു പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നവീനേട്ടാ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, ശ്രദ്ധിച്ചാ മതി. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും നവീനേട്ടാ. ഈ നവീനേട്ടാന്നല്ലാതെ എന്നെ വേറെന്തെങ്കിലും വിളിക്കാൻ ഇഷ്ടമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? നവീനേട്ടൻ എനിക്ക് ഏട്ടനെ പോലെയാ, അതുകൊണ്ടല്ലേ നവീനേട്ടാന്ന് വിളിക്കുന്നത്. എന്ത്, ഏട്ടനെ പോലെയോ? അതെ, നവീനേട്ടൻ എന്റെ ഏട്ടനെ പോലെയല്ലേ? എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച ആളല്ലേ? അപ്പൊ എനിക്ക് ഏട്ടനെ പോലെ തന്നെയാ. ഈ ഏട്ടൻ എന്ന് വെച്ചാ എന്താ നവീനേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടൻ എന്ന് വെച്ചാ പിന്നെ എന്റെ ചേച്ചിയെ ചേച്ചി എന്നല്ലേ ഞാൻ വിളിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്ഥാനത്തൊരു ഏട്ടനെ കാണുന്നുള്ളൂ. എനിക്ക് ഏട്ടന്മാരൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെ. എന്നാലും എന്നെ ചേട്ടനായി തന്നെ കാണണം. നന്ദു, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും നന്ദു. എന്തിനിങ്ങനെ ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നത്? അതിനു പകരം നവീനേട്ടന് കാര്യം ചോദിച്ചൂടെ? അത് വേറൊന്നും കൊണ്ടല്ല. എനിക്കിപ്പോ വീട്ടില് ഭയങ്കര പ്രഷറാ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ, അതെടുക്കനോട് അനി പറഞ്ഞിരുന്നു. അവന് അതെങ്കിലും നിന്നോട് പറഞ്ഞല്ലോ. എന്താ നവീനേട്ടാ? വേറൊന്നുമില്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്കൊക്കെ ഏത് പെണ്ണ് വരാനാണെന്ന്. അതെന്താ നവീനേട്ടൻ അങ്ങനെ പറയുന്നത്? നവീനേട്ടൻ ഏതോ പെണ്ണിന് ഇഷ്ടമാണെന്നുള്ള കാര്യം നവീനേട്ടൻ അനിയോട് തുറന്നു പറഞ്ഞില്ലേ? ആ പെണ്ണ് ഏതാണെന്ന് അനി പറഞ്ഞോ? ഇല്ല, അപ്പൊ അനിയുടെ കാര്യം പറഞ്ഞല്ലേ? ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞതായിരുന്നു. എന്നോട് മാത്രമാണ് അപ്പൊ നവീനേട്ടൻ കാര്യം പറയാത്തത്. പറ നവീനേട്ടാ, നവീനേട്ട സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് എന്നോടെങ്കിലും തുറന്നു പറയേ. എന്തായാലും എന്നെ പോലെ ഒരു പോലീസുകാരിയാണെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് നവീനേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ നന്ദു? അത് വേറൊന്നുമല്ല, നവീനേട്ടന്റെ അമ്മയ്ക്ക് ഈ പോലീസുകാരോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള പെൺകുട്ടികളോട്. അപ്പൊ പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നവീനേട്ടൻ ആ കുട്ടിയോട് ഇഷ്ടം തുറന്ന് പറയണോ? എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായിപ്പോയി. അല്ല, വീട്ടുകാരെ നിർബന്ധത്തിന് നവീനേട്ടൻ നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. വീട്ടുകാരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ്. അവരുടെയും കൂടി കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും നവീനേട്ടാ. അതെനിക്ക് അറിയാം നന്ദു. പക്ഷേ ഞാൻ ആ പെൺകുട്ടി ഒരുപാട് സ്നേഹിച്ചു പോയി.
എന്നാ പിന്നെ നവീനേട്ടൻ ഒട്ടും ആ പെൺകുട്ടിയെ വിട്ട് കളയണ്ട. അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയെ വിട്ട് കളയരുത്. പക്ഷേ നവീനേട്ടൻ ഇതുവരെ ആ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അതാദ്യം പറയണം. അപ്പോഴോ ആ കുട്ടി ഇഷ്ടമാണെന്ന് പറയോ? അതെനിക്കറിയില്ലല്ലോ. പക്ഷെ നവീനേട്ടനെ പോലെ ഒരാളെ ആരും ഇഷ്ടമല്ല എന്ന് പറയില്ല. അതെന്താ നന്ദു അങ്ങനെ? അത്രയ്ക്ക് ഹാൻഡ്സം അല്ലേ നവീനേട്ടൻ? കാണാനും നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല പിന്നെന്താ? നവീനേട്ടൻ ഇതറിയാൻ എന്തൊരു ക്യൂരിയോസിറ്റിയാ. അല്ല, എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ട് പറയാം. നവീനേട്ടനെ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ കോടതിയിലെ പുലിയല്ലേ. ഷോ നന്ദു, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കുളിര് കയറുന്ന പോലെ. അതെന്താ നവീനേട്ടാ? അല്ല, എന്നെക്കുറിച്ച് വേറെ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ കരുതുമെന്ന് തോന്നിയിട്ടേ. ഓ, നവീനേട്ടൻ എന്നെ അറിഞ്ഞൂടെ നവീനേട്ടൻ ഒരു പുലിയാണെന്ന്? അപ്പൊ പിന്നെ ഒരു പെൺകുട്ടി നവീനേട്ടന്റെ പ്രണയം നിരസിക്കില്ല. അല്ല, അപ്പൊ നന്ദുവോ? ഞാനോ? അല്ല നന്ദു, അത് വേറൊന്നും കൂടി ചോദിച്ചതല്ല. ഞാൻ സ്നേഹിക്കുന്നത് ഒരു പോലീസുകാരിയാണല്ലോ. ആ പെൺകുട്ടി നന്ദുവിന്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയോ? അതെന്താ ആലോചിക്കാൻ? തീർച്ചയായിട്ടും തുറന്നു പറഞ്ഞിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് നവീനേട്ടനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുന്നത് ആ കുട്ടിയുടെ ഭാഗ്യമായിരിക്കും. ഷോ, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ. ഇത് നിന്റെ വായിലൂടെ എങ്ങനെ ഞാനൊന്ന് തുറന്നു പറയിപ്പിക്കാം? അതിനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയല്ലോ. നവീനേട്ടാ, ഒന്നുമില്ല, ഞാൻ വേറെ കാര്യം ആലോചിച്ചു പോയി. ശരി. നവീനേട്ടാ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി നന്ദു. അല്ല, എപ്പോഴാ ഫ്രീ ആയിരിക്കുക? ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ. നമുക്ക് ഒന്ന് ലഞ്ച് കഴിക്കാൻ പോവാം. അതിനെന്താ, നമുക്ക് അനിയും കൂടി വിളിക്കാം. ഓ, അനി എന്തെന്നാ നമ്മളുടെ ഇടയിൽ കട്ടുറുമ്പായിട്ട്? എന്താ നവീനേട്ടാ? അല്ല, അനിയെ വിളിക്കാന്ന് പറയുമായിരുന്നു. ശരി എന്നാല്. ഇതും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പിരിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവീന്റെ വീട്ടിലോട്ട് കയറുന്നതാണ്. കയറി വരുന്ന സമയത്ത് തന്നെ പത്മ അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അമ്മയെ കണ്ടപ്പോ തന്നെ നവീൻ പറയുന്നുണ്ട്, ഷോ, അമ്മ ഇന്ന് നല്ല കലിപ്പിലാണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം മുട്ടൻ വഴക്കായിരിക്കും. ഇന്നത്തെ ദിവസം ഗോവിന്ദ. ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അമ്മയെ മൈൻഡ് ചെയ്യാതെ മുകളിലോട്ട് കയറാൻ നോക്കാൻ കേട്ടോ. ആ സമയത്ത് പത്മം പറയുന്നുണ്ട്, നിക്കട അവിടെ. അയ്യോ അമ്മയോ? അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഓ, ഇത്രയും വലിയ മനുഷ്യൻ നിന്റെ മുന്നിൽ ഇരുന്നിട്ട് നീ കണ്ടില്ല അല്ലേ? അമ്മേ, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നവീനെ, നീ അങ്ങനെയൊന്നും നുണ പറയാത്ത പയ്യനാ. അപ്പൊ പിന്നെ എന്റെ മുന്നിൽ നിന്ന് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അത് പിന്നെ അമ്മേ, ഒന്നും പറയണ്ട. ഞാൻ നിന്നെ ഇന്നും ഇന്നലെ ആയിട്ട് കാണുമൊന്നും അല്ലല്ലോ. നിന്റെ പതർച്ച കണ്ട എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? എന്റെ പൊന്നമ്മേ, ഞാൻ അമ്മയെ കണ്ടിരുന്നു. അമ്മയെ കാണാത്ത പോലെ പോയത് അമ്മ ഇന്ന് വഴക്കുണ്ടാക്കാൻ ഇരിക്കുകയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ദേ നവീനെ, ഞാൻ നീയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതേ നിന്റെ കല്യാണക്കാര്യത്തിലാ. നവീനെ, നീ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനൊക്കെ വലിയ പാടാ. അന്ന് ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? നീലിമ, നെല്ലിവീട്ടിലെ ആ കുട്ടിയുടെ കല്യാണോ നാളെ. എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാടാ പോവുകയാണെങ്കിൽ നിന്റെ കല്യാണം അറ്റ്ലീസ്റ്റ് ഉറപ്പിച്ചെന്നെങ്കിലും പറയണ്ടേ എനിക്ക്? ഷോ, എനിക്ക് നാണക്കേട് തോന്നുവാ. അമ്മേ, എനിക്ക് പെണ്ണ് കിട്ടായിട്ടല്ലല്ലോ. എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടായിട്ടല്ലേ? ശരി, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ഏതാന്ന് പറ. നമുക്ക് നാളെ തന്നെ പോയിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അമ്മേ, അത് പിന്നെ അതങ്ങനെ എടിപിടിയൊന്നും നടത്താൻ പറ്റില്ല. എടിപിടിന്ന് എന്താ നടത്തിയാല്? പെൺകുട്ടിക്ക് എന്താ 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലേ? അയ്യോ, 18 വയസ്സ് കഴിയാതിരിക്കും അമ്മേ. ഇപ്പോ ഒരു 24 വയസ്സായി കാണും. 24 വയസ്സോ? 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണോ നീ പ്രണയിക്കുന്നത്? അതെന്താ അമ്മേ, ഒരു 29കാരന് 24കാരിയെ കിട്ടിക്കൂടെ? ഇത് പറയുമ്പോഴാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. അല്ല പത്മേ, നിന്റെ മോൻക്ക് 29 വയസ്സായത് നിന്റെ ഓർമ്മയിലില്ലേ? അച്ഛാ, ഓർമ്മയിലില്ലായിട്ടല്ല, ഒരു 22, 23 അതിന് മുകളിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അച്ഛാ. പത്മേ, നിന്റെ മോന് വലിയ ജോലിയൊക്കെ തന്നെയാണ്. വലിയ തറവാട്ടുകാരാ നമ്മള് എന്നും പറഞ്ഞിട്ട് പ്രായം കൂടി പരിഗണിക്കണ്ടേ പത്മേ? അച്ഛാ, എന്ന് കരുതിയിട്ട് പ്രായം കൂടിയ പെൺപിള്ളേരാണോ ഇവൻ കെട്ടേണ്ടത്? പത്മേ, നീ ഒരുപാട് പഴമയിലാ ചിന്തിക്കുന്നത്. നിന്റെ കാലം അല്ല മോളെ ഇത്. നിന്റെ കല്യാണ സമയത്ത് 10ഉം 15ഉം വയസ്സിന് വ്യത്യാസമുള്ളവർ വരെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് 1ഉം 2ഉം വയസ്സ് വരെ വ്യത്യാസമുള്ളവരെ വിവാഹം കഴിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നവീൻ പറയുന്നുണ്ട്, അത് മാത്രമാണ് മുത്തശ്ശ. പ്രായത്തിന് മുതിർന്ന പെൺകുട്ടികളെ വരെ ആണുങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ? അത് മാത്രമാണോ? ഇപ്പൊ ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഈ സമൂഹത്തിന് വല്ല മാറ്റം ഉണ്ടോ മുത്തശ്ശ? സമൂഹത്തിന് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ നിന്റെ അമ്മയ്ക്ക് ആ മാറ്റം വരാത്തത്. അച്ഛാ, നിങ്ങൾ ഇങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്യണോ? അല്ലടാ, നീ പറഞ്ഞ ഏതെങ്കിലും വിഭാഗത്തിലാണോ നീ? അല്ല, പെണ്ണ് കെട്ടാത്ത ഓരോ എക്സ്ക്യൂസും പറഞ്ഞ് നടക്കുന്നോണ്ട് ചോദിച്ചതാ. ഛേ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് അമ്മേ? എനിക്ക് പെണ്ണുങ്ങളോട് തന്നെ ഇഷ്ടം.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ മനസ്സിലുള്ള പെണ്ണ് ഏതാന്ന് വെച്ചാൽ തുറന്നു പറ. നമുക്കേ നാളെ രാവിലെ തന്നെ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പുറപ്പെടാം. അതൊന്ന് ശരിയാക്കി വെച്ചാ പിന്നെ നാളെ നൈറ്റിലെ ഫംഗ്ഷന് ചെന്നാ എനിക്ക് നിങ്ങളുടെ കാര്യം പറയാലോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, പത്മേ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അങ്ങനെ എടിപിടിന്ന് പറഞ്ഞ് നടക്കാൻ പറ്റിയ കാര്യമാണ് ഇത് വല്ലതും? അച്ഛാ ഞാൻ പിന്നെ എന്ത് വേണം? ഇവന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുക. മകന് പെണ്ണ് കിട്ടിയില്ലേ, മകന് പ്രായം എത്രയായി? ഇതൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ദേ നവീനെ, നീ ഒന്നെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്ക്. നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതാന്ന് പറ. ഇല്ലെങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനം എടുക്കും. എന്റെ തറവാട്ടിലൊരു പെൺകുട്ടിയുണ്ട്, നല്ല അടക്കവും ചിട്ടുമില്ല നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. നമുക്ക് നാളെ തന്നെ അവരെ കാണാൻ പോവാം. ദേ അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അമ്മ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അതെടാ, ഞാനാണ് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നീ തന്നെയല്ലേ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലെ ആമ്പിള്ളേരെ പോലെ നടക്കുന്ന അടക്കവും ചിട്ടവും ഇല്ലാത്ത വല്ല പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ മോഹം മനസ്സിലെടുത്ത് മാറ്റിയേക്ക്. പത്മ ഉള്ളിടത്തോളം കാലം ഈ തറവാട്ടിലേക്ക് അങ്ങനെ ഒരുത്തി കാല് കുത്തി വരണ്ട. ശോ അമ്മേ, അമ്മ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റഡ് ആയി ചിന്തിക്ക്. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എനിക്ക് എന്റേതായിട്ടുള്ള മുറകളുണ്ട്. എന്റെ മകൻ എങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനേ നിന്നെ 10 മാസം വയറ്റിലിട്ടോണ്ട് കഷ്ടപ്പെട്ട് ചുമന്ന് പ്രസവിച്ചതാ. അതുകൊണ്ടേ എനിക്ക് നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. നീയായിട്ടങ്ങ് തീരുമാനം എടുക്കാന്ന് കരുതണ്ട. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് നീ മനസ്സിൽ കണ്ടു വെച്ചതെങ്കിൽ ഈ വീട്ടിലോട്ട് കയറ്റാന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. പത്മ ഈ പറയുന്നത്. പിന്നെ മുത്തശ്ശനോടും മോനോടായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ബന്ധം അവരിങ്ങോട്ട് പറഞ്ഞു വന്നതാ. നാളെ നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കാര്യമൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയെ കാണാൻ വേണ്ടി ആ തറവാട്ടിലേക്ക് പോയേ പറ്റൂ. മുത്തശ്ശ, അമ്മ. പത്മേ, നീ അവൻ ആലോചിക്കാൻ ഒരു സമയം കൊടുക്കില്ല. അച്ഛൻ അവരിങ്ങനെ വഷളാക്കുന്നത്. അച്ഛൻ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടുനിന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് ഇവൻ വക്കീലാവുന്നതിലൂടെ ഒരു താല്പര്യമില്ല. എന്നാലും അച്ഛന്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി തന്നതല്ലേ. ഈ കാര്യത്തിലെങ്കിലും അവൻ എന്നെ അനുസരിക്കണമെന്ന് പറയച്ചാ. അവൻ ഏത് കാര്യത്തിലാ പത്മേ നിന്നെ അനുസരിക്കാത്തത്? എന്നാലും ഈ കാര്യത്തിൽ എന്നെ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജഡമായിരിക്കും നീ കാണുക. ഇതും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ അമ്മ അവിടുന്ന് പോകുന്നത്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നവീനെ, നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അമ്മ എന്തെങ്കിലും പറയട്ടെ. അച്ഛൻ എന്തായാലും ഇന്നോ നാളെ ആയിട്ട് വരില്ലേ? അച്ഛനോട് എൻ്റെ വിഷമമൊക്കെ തുറന്നു പറയാലോ. അച്ഛനോട് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അച്ഛൻ്റെ കാര്യത്തിൽ വരെ തീരുമാനം എടുക്കുന്നത് നിന്റെ ഈ അമ്മയാ. മുത്തശ്ശൻ പറഞ്ഞ അമ്മ കേൾക്കില്ലേ? മുത്തശ്ശൻ എന്തെങ്കിലും ഒന്ന് അമ്മയോട് പറ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. അവൾ എൻ്റെ മോളൊക്കെ തന്നെയാ. പക്ഷെ ഞാൻ പറഞ്ഞത് അവള് കേൾക്കില്ല. എല്ലാ കാര്യത്തിലും അവൾ ഞാൻ പറഞ്ഞത് അനുസരിക്കും. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരുപാട് തവണ അവളോട് പല കാര്യങ്ങളും പറഞ്ഞതാ. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം അവൾ ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. എനിക്കറിയാം നീ കണ്ടുവച്ചിരിക്കുന്നത് ഒരു പോലീസുകാരിയാണെന്ന്. മുത്തശ്ശ, നിന്റെ മനസ്സിൽ ആരാണെന്നുള്ളത് ഞാൻ ഊഹിച്ചെടുത്തതാ. ഒന്നില്ലെങ്കിലും ഞാനൊരു വക്കീലല്ലടാ. കുറേ നാൾ വലിയ വലിയ കേസുകൾ ജയിച്ച ഒരു വക്കീല്. എനിക്ക് നിന്റെ മനസ്സിലുള്ള ആളെ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. മുത്തശ്ശ, നീ എന്നോട് തുറന്ന് പറയണ്ട. എനിക്ക് ആളെ മനസ്സിലായി എന്ന് കൂട്ടിക്കോ. നമ്മുടെ നന്ദാവനത്തിലെ ഇളയ സന്തതിയല്ലേ നന്ദു. മുത്തശ്ശ, എനിക്കെങ്ങനെ മനസ്സിലായി എന്നായിരിക്കും നീ കരുതുന്നത്? ഹെടാ മോനെ, നിന്നെ പോലെ തന്നെ 10 മടങ്ങ് ഒരുപാട് കാലം അധ്വാനിച്ച വക്കീലാ ഞാൻ. എനിക്കാണോ നിന്റെ ഉളറിയാൻ ഇത്ര പ്രയാസം? മോനെ, എനിക്ക് നന്ദുമോളോട് ഒരു വിരോധമില്ല. ആ കുട്ടിയെ എൻ്റെ മരുമകൾ വരുന്നതിൽ എനിക്കിഷ്ടമുള്ളൂ. കാരണം ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ അമ്മയ്ക്ക് ആ കുട്ടിയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവരാന്ന് മോൻ കരുതണ്ട. മുത്തശ്ശ, നിന്റെ അമ്മയുടെ മനസ്സിനി എങ്ങാനെങ്കിലും മാറിയാ ഈ ബന്ധം നടക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിനുള്ള ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും നീ ആലോചിച്ചും കണ്ടൊരു തീരുമാനം എടുക്ക്. നീ അങ്ങനെ തെറ്റായ തീരുമാനമൊന്നും എടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടുത്തെ പോവാൻ കേട്ടോ. ആ സമയത്ത് ആകെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന നവീനെയാണ് കാണിക്കുന്നത്. ഇതെന്തൊരു പരീക്ഷണമാണ്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരുടെ പ്രശ്നത്തിനും പരിഹാരം കാണുന്ന എനിക്ക് എൻ്റെ ഈ പ്രശ്നത്തിൽ മാത്രം പരിഹാരം കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ. നന്ദു ആണെന്നുണ്ടെങ്കിൽ അനിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പം തന്നെ അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ നന്ദു, അവൻ പോയോ? നവീനേട്ട പോയിട്ടേ ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി കാണും. അല്ല, അപ്പോ നിങ്ങൾ സംസാരിച്ചില്ലേ? ഒരു 10-20 മിനിറ്റ് സംസാരിച്ചു. അവൻ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നവീനേട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. വേറൊന്നും പറഞ്ഞില്ലല്ലോ. വേറെന്ത് പറയാൻ? എന്താ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇപ്പൊ നന്ദു എവിടെയാ?
ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നു. എനിക്ക് ചെറുതായിട്ട് ദേഹമൊക്കെ വേദനിക്കുന്നത് പോലെ, അതുകൊണ്ട് ഇപ്പം വീട്ടിലോട്ട് വന്നു. എന്നാ പിന്നെ ഇനി നീ പുറത്തോട്ട് ഇറങ്ങണ്ട. ശരി അനി, എന്നാ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിളിക്കാം. ശരി. അങ്ങനെ ഇതും പറഞ്ഞ് അവർ തമ്മിൽ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവീന് പുറത്ത് നിൽക്കുന്നതാണ് ഒരു കാറിന്റെ മുൻപിൽ. ആ സമയത്ത് അവിടെ ഒരു കാറ് വന്ന് നിർത്തുന്നത് കേട്ടോ. അതിൽ നിന്ന് ഒരു വക്കീലാണ് ഇറങ്ങുന്നത്, ഒരു ലേഡി വക്കീല്. അങ്ങനെ നവീന്റെ നേരെ നടക്കുന്നുണ്ട് കേട്ടോ ആ ലേഡി വക്കീല്. അങ്ങനെ നവീന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. ഹലോ നവീൻ. റീമേ. അല്ല, നവീനെ ഇന്ന് ഓഫീസിൽ കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു നിരാശാകാമുകരാകുന്നുണ്ടോന്ന് തോന്നുന്നു. അത് ശരി, അതൊക്കെ പോട്ടെ. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെന്ന്? എൻ്റെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ തന്നെയാ. അത് ശരി, എല്ലാവരുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന നവീന് സ്വന്തം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് തോന്നി അതിന് മറ്റൊരു വക്കീലിന്റെ സഹായം വേണ്ടി വരുമെന്ന്. നവീനിപ്പം എന്താ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ റീമയുടെ കല്യാണം എടുത്തോ? ഇല്ല, ഒരു 1.5 വർഷം കൂടി ഒന്ന് സെറ്റിലായിട്ട് വിവാഹം കഴിക്കാന്ന് കരുതിയിട്ടാ. ജോയി ഒന്ന് സെറ്റിൽ ആവുന്നതേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം നടക്കും. നിങ്ങൾ ലവ് മാരേജ് അല്ലേ? അതെ. അപ്പൊ പിന്നെ ലവ് മാരേജിനെ കുറിച്ച് റീമയ്ക്ക് നന്നായിട്ട് അറിയായിരിക്കല്ലോ. ഇത് നല്ല ചോദ്യം. എനിക്ക് എന്തറിയാനാ? കുറെ കാലം എന്റെ പിന്നാലെ നടന്നതും എന്നെ പ്രപ്പോസ് ചെയ്തതും ജോയാ. ജോയിക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, പുള്ളിക്കാരൻ ആരോടോ പ്രണയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയാണോ? അത് പഠിക്കുന്ന കാലത്തെ നിനക്ക് ആരോടോ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് ആരോടെങ്കിലും പ്രണയം തോന്നുന്നുണ്ടോ? ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല. ഉണ്ട്, എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. പക്ഷേ ആളോട് എനിക്ക് പ്രണയം തുറന്നു പറയാൻ പറ്റുന്നില്ല. ഞാൻ ആ പ്രണയം തുറന്നു പറയാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു. അയാൾക്ക് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറയാൻ എന്നെക്കാളും വലിയ താല്പര്യക്കുറവാ. അതെന്താ അങ്ങനെ? നീ ഒരാളോട് പ്രണയം തുറന്നു പറയാൻ ഏൽപ്പിച്ച അയാളത് പറയണ്ടേ? അങ്ങനെ വേണം. പക്ഷെ ഞാൻ ഓരോന്ന് പറഞ്ഞു ചെല്ലുമ്പോഴും അവൻ അതൊക്കെ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക. ശരി. അല്ല, ഇപ്പൊ എന്താ നവീന്റെ പ്രശ്നം? വേറൊന്നുമല്ല റീമേ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ പെൺകുട്ടി ഒരു പോലീസാ. പോലീസോ? അത് ശരി. വക്കീല് പോലീസിനെ തന്നെ പിടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ കാര്യങ്ങൾ സ്മൂത്ത് ആവാനല്ലേ? അങ്ങനെയൊന്നുമല്ല, എനിക്ക് മനസ്സുകൊണ്ട് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയതാ. അത് കൊള്ളാലോ. എന്തായാലും ഇൻട്രസ്റ്റിംഗ്. ഏതാ പെൺകുട്ടിയെന്ന് പറ. അല്ല, എനിക്കറിയാവുന്ന പെൺകുട്ടിയാണോ? നമ്മുടെ കോർട്ടിലോട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത പെൺകുട്ടിയാ. അതാരാ? ഈ അടുത്താ എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ആളെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നത്. ആ കുട്ടി നല്ല കുട്ടിയാ. നിനക്ക് നല്ല ചീർച്ചയുണ്ട്. ഒന്നും ആലോചിക്കണ്ട, കണ്ണു പൂട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞോ. പക്ഷേ എനിക്കത് തുറന്നു പറയാൻ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എനിക്ക് പേടിയാണെന്ന് പറ. എന്റെ നവീനെ, എല്ലാവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന നീ തന്നെ ഇങ്ങനെ പറയാതെ. അതിനൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത്. നീ എന്നെ ഇങ്ങനെ കളിയാക്കുവാണോ? ശരി, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നീയേ ആദ്യം നിന്റെ മനസ്സിലുള്ള പ്രണയം തുറന്ന് പറയാതിരിക്കല്ലേ. പകരം നീ ആ പെൺകുട്ടിയെ നേരിട്ട് കാണണം. എന്നിട്ട് നിന്റെ പ്രണയം തുറന്നു പറയണം. അന്തസ്സുള്ള ആമ്പിള്ളേർ അങ്ങനെയാ. മറ്റുള്ളവരെ പറഞ്ഞു വിടുകയൊന്നും ചെയ്യരുത്. സ്വയം തൻ്റെ പ്രണയം തുറന്നു പറയാ വേണ്ടത്. അതാണോ ശരി? എനിക്ക് ഈ പ്രണയത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് ശരി. നിനക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നീ മറ്റാളുകളെ അറിയിക്കല്ല വേണ്ടത്. നീ തന്നെ അത് അവളോട് തുറന്നു പറയണം. അതെ, സമയം വേസ്റ്റ് ആക്കണ്ട. എത്രയും പെട്ടെന്ന് അവളോട് പറയാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് നീ പോയി പറ. നമ്മൾ നമ്മളുടെ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ പിന്നെ അവർ ചിലപ്പോൾ അവരുടെ കാര്യത്തിന് മാത്രമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനിടയ്ക്ക് ഒഴിഞ്ഞു കിട്ടുന്ന സമയത്ത് അവർക്ക് നമ്മുടെ കാര്യം ഒന്ന് ആലോചിക്കാനുള്ള സമയം കാണത്തില്ല നവീനെ. ഇപ്പൊ തന്നെ നമ്മുടെ കാര്യം എടുത്ത് നോക്ക്. നമുക്ക് ഏത് സമയം കേസും വഴക്കും വക്കാളുമായിട്ട് തിരിഞ്ഞു മറയാനുള്ള സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യം ഏകദേശം അതിന് ഉദാഹരണമല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയണം അല്ലേ? അതാണ് വേണ്ടത്. ഞാൻ അവളുടെ അടുത്ത കൂട്ടുകാരനെയാ എൻ്റെ പ്രണയം പറയാൻ വേണ്ടി ഏൽപ്പിച്ചത്. പക്ഷേ അവനെന്തോ ഈ കാര്യത്തിൽ വല്ലാത്ത മടി കാണിക്കുന്ന പോലെ. അവളെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നൊക്കെ അവൻ പറയുന്നത്. അതിലെന്തൊക്കെയോ ഒരു വശപ്പിശകുണ്ടല്ലോ നവീനെ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇവര് ബന്ധുക്കളാ, റിലേറ്റീവ്സ്. അതിന്റെ ചമ്മലാണോന്ന് അറിയാനും പറ്റില്ല. അതിന് അവനല്ലല്ലോ ഇഷ്ടമാണെന്ന് പറയുന്നത്. നവീൻ പറഞ്ഞു ഏൽപ്പിച്ചതല്ലേ അവൻ പറയുന്നത്. അതിന് അവനെന്താ പ്രശ്നം? അവനെന്നെ അങ്ങനെയാ കാണുന്നത്. നമ്മൾ ബ്രദേഴ്സിനെ പോലെയാ, കൂട്ടുകാരി എന്നൊരു ബോണ്ടല്ല. എന്തായാലും നീ പ്രണയം തുറന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരിയടേ. എന്നാ പിന്നെ എന്നെ ജോ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ പോട്ടെ.
ആ ശരി, ഇതും പറഞ്ഞ റീമി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവീനെയാണ് കേട്ടോ. നവീന് അനിയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ അനിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാലം എത്രയായി? അവൻ ഇന്നെങ്കിലും നന്ദുവിനോട് കാര്യം തുറന്നു പറയോ? എവിടെ, അവൻ തുറന്നു പറയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവന്റെ തിരക്കിൽ അവന് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തന്നെ നന്ദുവിനോട് എന്റെ ഇഷ്ടം തുറന്നു പറയുന്നതാ നല്ലത്. അല്ലാതെ ഞാൻ എന്തിനാ എന്റെ പ്രണയം ഓരോരുത്തരോട് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? എനിക്ക് എന്നെ തുറന്നു പറഞ്ഞൂടെ? അമ്മ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാം. അതിനേക്കാളും നല്ലത് ഞാൻ പ്രണയം തുറന്നു പറഞ്ഞാൽ നന്ദുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് അറിയണം. എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നേരെ നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ നവീൻ്റെ ഫോൺ കോൾ കാണുന്നുണ്ട്. നവീനേട്ടനാണല്ലോ. നന്ദുവിൻ്റെ ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ കനക ഓടി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് താടി. അല്ല, ആരാ വിളിക്കുന്നതെന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. അനിയാണെന്നുണ്ടെങ്കിലേ നിനക്ക് ഫോൺ തരത്തില്ല. അമ്മേ, അനിയൊന്നും അല്ല, ഞാൻ നോക്കട്ടേന്നേ. ഇതും പറഞ്ഞുകൊണ്ട് കനക ഫോൺ നോക്കുന്നുണ്ട് കേട്ടോ. ഓ, നവീമോനായിരുന്നോ? എന്നാ പിന്നെ എടുത്തോ. ദേ, അവന് വല്ലതും ആണെന്ന് കരുതിയാ ഞാൻ നോക്കിയത്. നവീമോനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ നന്ദു, തിരക്കിലാണോ? ഏയ് അല്ല നവീനേട്ടാ. എന്നാ പിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? അത് എന്തു പറ്റി നവീനേട്ടാ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം നവീനേട്ടാ? അത് പിന്നെ എനിക്ക് നേരിട്ട് പറയണം. ശരി, നവീനേട്ടൻ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി. ഇതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കനക ചോദിക്കുന്നുണ്ട്, എന്തിനാ നവീൻ വിളിച്ചത്? എന്തോ വർക്കിൻ്റെ ആവശ്യത്തിനാ തോന്നുന്നു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് നീ ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ. അല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വല്ലതും അറിയാനായിരിക്കും. ശരി, എന്തായാലും നവീമോനല്ലേ വിളിച്ചത്. അനി ഉണ്ടെങ്കിലേ കൂടുതൽ സമയം അവിടെ നിൽക്കാൻ നിൽക്കരുത്. ശരി അമ്മേ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് ബൈക്ക് എടുത്ത് പോരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവീനാണ്. നവീൻ ബൈക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞുകുട്ടിയും ആ കുഞ്ഞുകുട്ടിയുടെ അമ്മയൊക്കെ ആയിട്ട് ഒരു റോസാപ്പൂ ഇല്ലേ, റോസാപ്പൂ വിൽക്കുന്നത് കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നവീൻ അത് ഒരുപാട് ഇഷ്ടമാവാൻ കേട്ടോ. നവീൻ വണ്ടി അവിടെ ഒരു ഭാഗത്ത് ഒതുക്കുന്നുണ്ട്. റോസിന് എത്ര രൂപയാ? 100 rupees. 100 rupees. എന്നാ ഒരെണ്ണം എടുക്ക്. അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ നവീന്. എന്നിട്ട് ആ റോസ് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി എടുത്തിട്ട് നവീൻ നേരെ സ്ഥലത്തോട്ട് വിടുകയാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വിടുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നവീന് നേരെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ സ്ഥലത്ത്. നന്ദു എത്തിയില്ലല്ലോ. ഇതും പറഞ്ഞ് വാച്ചിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെയാണ് നന്ദു ഡോർ തുറന്ന് അകത്തോട്ട് കയറി വരുന്നത്. നന്ദു അല്ല വരുന്നത്. ഇതും പറഞ്ഞ് റോസ് ഒരു ഭാഗത്തോട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നവീനേട്ടാ, കുറെ നേരെയാ വന്നിട്ടേ? ഏയ് ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നന്ദു ഇരിക്കി. എന്താ നവീനേട്ടാ, എന്തെങ്കിലും വർക്കിൻ്റെ ആവശ്യത്തിനാണോ എന്നെ വിളിച്ചത്? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നന്ദു ഞെട്ടരുത്. ആ സമയത്താണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവെക്കുന്നത്. ഫുഡ് കൊണ്ടുവെക്കുന്ന കണ്ടപ്പോൾ തന്നെ നന്ദു ചോദിക്കുന്നുണ്ട്, നവീനേട്ടാ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഏയ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ഫുഡ് എന്തിനാ? അത് നന്ദുവിന് ഞാൻ വാങ്ങിച്ചതാ. നന്ദു കഴിക്കി. എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. കഴിക്കും നന്ദു, നിനക്ക് ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചതല്ലേ, നീ അത് കഴിക്കാതിരിക്കുവാണോ? എന്നാ പിന്നെ നമുക്ക് അനിയെ വിളിച്ചാലോ? ഏയ് വേണ്ട, അനിയെ വിളിക്കണ്ട. അതെന്താ? അനി മിക്കവാറും ഈ സമയത്തൊക്കെ തിരക്കിലായിരിക്കും. അവനെ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുന്ന നല്ലത്. എന്നാ പിന്നെ രാകേഷിനെ വിഘ്നേഷിനെ മറ്റും വിളിച്ചൂടായിരുന്നോ? ഞാനേ അവരെ ഒന്ന് വിളിക്കട്ടെ. ഈ ഫുഡൊക്കെ തീർക്കണമെങ്കിലേ അവരും കൂടി വരണം. നന്ദു വേണ്ട. എന്താ നവീനേട്ടാ? അത് പിന്നെ നമുക്കിടയിൽ എന്തിനാ അവര്? നമുക്കിടയിലോ? അത് ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. എനിക്ക് നന്ദുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്ററാ. പറയ നവീനേട്ടാ, എന്താ പറയാനുള്ളത്? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ എന്നെക്കുറിച്ച് മോശമായിട്ട് കരുതുമോ? ഞാനെന്തിനാ അങ്ങനെ കരുതുന്നത്? നവീനേട്ട കാര്യം തുറന്നു പറയേ. നന്ദു, കുറേ കാലമായിട്ട് പറയണമെന്ന് കരുതിയിരുന്നതാ. പക്ഷേ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അതുമാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്ന് നല്ല പ്രഷറും ഉണ്ട്. എന്താ നവീനേട്ട പറയാൻ പോകുന്നത്? ഐ ലവ് യു നന്ദു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതും പറഞ്ഞിട്ട് നവീൻ പൂവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആകെ സ്റ്റെക്കായി നിൽക്കാനിട്ട് നന്ദു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നന്ദു നന്ദു എന്താ നന്ദു ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് പിന്നെ നീ പെട്ടെന്നൊന്നും മറുപടി തരണമെന്നില്ല. എന്നെ ഇഷ്ടമായില്ലെന്ന് മാത്രം പറയരുത്. ആലോചിച്ചിട്ടൊക്കെ മതി. അത് നവീനേട്ടാ. എന്താ നന്ദു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, ഞാൻ നവീനേട്ടനെ ഒരു ഏട്ടനെ പോലെയാ കാണുന്നത്. നന്ദു, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ, ഏട്ടന്മാരെ പോലെ തന്നെയാ കാണുന്നത്. എന്നാലും ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയാലോ? നന്ദു ഒന്ന് ഇരുന്ന് ആലോചിക്ക്. ഭക്ഷണം കഴിക്കി. ഇനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ
ആം, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ലെന്ന് നന്ദു കരുതിയാൽ മതി. എന്നാൽ പിന്നെ എനിക്കും നന്ദുവിനും കുഴപ്പമുണ്ടാവില്ലല്ലോ. നമ്മുടെ ഇടയിലുള്ള ബോണ്ട് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. എനിക്ക് നീ നല്ലൊരു ഫ്രണ്ടായിരിക്കും. എന്നെ ഇഷ്ടമാണെങ്കിൽ നീ തുറന്നു പറയണം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നന്ദു. ഇതും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിൽ പിടിക്കാൻ കേട്ടോ. എന്നാൽ ഇതൊക്കെ നമ്മുടെ നായകന്, അതായത് അനി പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങ് ദേഷ്യം പിടിച്ച് കയറുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. കൈ പിടിച്ചപ്പോൾ തന്നെ നന്ദു ആണെന്നുണ്ടെങ്കിൽ കൈ പെട്ടെന്ന് പിന്നിലോട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. എന്താ നവീനേട്ടാ ഇത്? അല്ല ഞാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് എഴുന്നേറ്റ് പോവാൻ കേട്ടോ. കൊണ്ടുവച്ച ഭക്ഷണം ഒന്നും കഴിക്കാൻ തയ്യാറായില്ല. അപ്പം ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ നവീന്. ഷോ, ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. റീമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പറയണമെന്ന് തോന്നി. ആ ഒരു ആവശ്യത്തിൽ പറഞ്ഞു പോയതാ. അനി പറഞ്ഞതായിരുന്നു ശരി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ എടുത്തു ചാടി. ഇതൊക്കെ പറഞ്ഞിട്ട് നവീൻ ഒരുപാട് വിഷമിക്കുന്നത് കാണിക്കുന്നുണ്ട്. നന്ദു ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോഴൊക്കെ നന്ദുവിന് ഒരേ മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ ഇഷ്ടമാണെന്ന് നവീൻ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വിഷമം മാത്രം. ഓക്കെ, എന്തായാലും ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.